ആ കേക്കണ്ട? കേക്കുന്നു, പറഞ്ഞോളൂ. സാറേ, ഞാൻ കളമശ്ശേരിയിലെ വ്യവസായ മേഖലയുടെ നടക്കണം, നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടന എന്ന് വിശേഷിപ്പിക്കുന്ന വ്യവസായ മേഖലയുടെ നടക്കാണ് താമസിക്കുന്നത്. അത് ഈ കറണ്ട് കാശ് ഇങ്ങനെ കൂടിക്കാൻ ഈ വ്യവസായം പോലെ ഇവിടെ നിശ്ചലമായി പോകും. പിന്നെ നമ്മളിപ്പോ 1 മണിക്കൂർ മാതൃഭൂമി ചാനലിൽ ഇതിന്റെ ചർച്ചയ്ക്ക് തന്നെ അഭിനന്ദിക്കുന്നു. പക്ഷെ മറ്റൊരു കാര്യം, ഈ രാത്രി പിണറായി വിളിച്ച് സതീഷിനോട് ചോദിച്ചിട്ട് സതീശൻ ഞങ്ങൾ ഇങ്ങനെ ചാർജ് കൂട്ടാമെന്ന് പറഞ്ഞാൽ സതീശൻ പറയുമ്പോൾ സാറെ കൂട്ടിക്കോ, 2 ദിവസം ഞങ്ങൾ ചെറിയ സമരം ചെയ്യും, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല, അതിൽ രമ്യമായി പരിഹരിക്കുള്ളൂ. ഇന്നത്തെ വലിയ വിഷയമൊന്നും വരാനൊന്നും പോകണില്ല. ഈ കറണ്ട് ഇങ്ങനെ കൂട്ടിയിട്ട് യാതൊരു മാറ്റം പറയാൻ നമ്മൾ കറണ്ട് കാശ് കൂടിയാണെങ്കിൽ അടക്കേണ്ടി വരും. പിന്നെ നമ്മൾ വെറുതെ പ്രതികരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതൊക്കെ പറഞ്ഞെന്നുള്ളൂ. താങ്കൾ എന്ത് ചെയ്യാണ്? ഞാനിവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാ. ശരി. അതെ, ഞാൻ പലതും പ്രതികരിക്കുന്ന നമുക്കറിയാത്. ഇനി 2 ദിവസം കോൺഗ്രസ്സുകാർ പോകും, 2 അടിയോളം അതവിടെ മാറും, പിന്നെ പ്രശ്നമൊന്നുമില്ല, അത് വലിയ വിഷയമല്ല. ഇതിനാണ് ഒരു അഡ്ജസ്റ്റ്. ഞാൻ മന്ത്രിയുടെ വീടിനടുത്ത് താമസിക്കുന്ന ആൾ തന്നെയാണ്. എനിക്കറിയാം ഇതിനെ പറ്റി വിവരങ്ങളൊക്കെ കുറേയൊക്കെ. ഇതിനകത്ത് വലിയ കാര്യമൊന്നും വരാനൊന്നും പോകണില്ല. ഇത് 2 ദിവസം കഴിഞ്ഞ് ചാർജ് നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും, അല്ലാതെ മറ്റൊന്നും പറയാം. ഇന്ന് മണിയുടെ പ്രസ്താവനയായിട്ടില്ല അടിക്കടി എന്നുള്ളത്. എല്ലാത്തിനും അടിക്കടി തന്നെ, വേറെ പ്രത്യേകിച്ച് ഒന്നും വരാനില്ല. അതെ, ശരിയാണ് ഷാജി ചേട്ടാ, ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ 2.3% ഈ വ്യവസായ മേഖലയിലുള്ള വർധനവുള്ളത്. അവർക്കിപ്പോൾ വീട്ടിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരാളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോവാം അല്ലെ? ശാസ്തമംഗലം, തിരുവനന്തപുരം ശാസ്തമംഗലത്ത് നിന്നും ശങ്കർ നാരായണാണ്. ശരി, അദ്ദേഹത്തിന്റെ കോള് കട്ടായിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പ്രേക്ഷകർ നമ്മളെടുത്ത് ഓരോന്നും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അല്ലേ? അദ്ദേഹം പറഞ്ഞതും പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇന്ന് കുറെ പ്രതിഷേധമൊക്കെ കണ്ടു. ആ പ്രതിഷേധമൊക്കെ ഒരു സമയത്ത് അവസാനിക്കും. ആരാണോ പ്രതിഷേധത്തിന് ഇറങ്ങിയത് അവരുടെ വീട്ടിൽ ഉൾപ്പെടെ ഈ കറണ്ട് ചാർജുകൾ കൂടാൻ പോവുകയാണ്. കറണ്ട് ചാർജ് മാത്രമോ, പുറത്തോട്ട് ഇറങ്ങി എന്തെങ്കിലും സാധനം വാങ്ങാൻ പറ്റുമോ? അമ്മാതിരി വിലവർദ്ധനയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുറച്ചു മുമ്പേ പ്രശാന്ത് കൃഷ്ണ തന്നെ ആ കണക്കുകൾ പറഞ്ഞപ്പോ നമ്മളൊക്കെ ഈ ഒരു പെട്രോൾ വാഹനം വാങ്ങിയാൽ ബുദ്ധിമുട്ട് എന്ന് കരുതി കുറെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വാങ്ങിയതാണ്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേറൊരു പ്രശ്നം ഇപ്പൊ ഇത് ഈ വഴി വന്നിരിക്കുകയാണ്. ചാർജിങ്ങിന് ഇരട്ടി പൈസയാവും. ശരിയാണ്. കൊല്ലത്ത് നിന്നും താഹ എന്നൊരു പ്രേക്ഷകൻ നമ്മുടെ ചേരുന്നുണ്ട്. ശ്രീ താഹ, പറഞ്ഞോളൂ, ആശങ്കയില്ലേ? ആശങ്ക ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉറക്കമില്ലാത്ത ദിവസങ്ങളായി. കാരണം ഇതൊരു വല്ലാത്ത ഷോക്കാണ് നമ്മളെ അടുപ്പിച്ചിരിക്കുന്നത്. ഇതിനി ഇത് അവസാനിക്കും? ഈ ചാർജ് വർധന എന്ന് അവസാനിക്കും? അതെ, വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് ചേട്ടാ വീട്ടിൽ കറണ്ട് ബില്ലൊക്കെ വരാറുള്ളത് ഓരോ മാസവും? കറണ്ട് ബില്ല് നമുക്കിപ്പോ ഒരു 1500 രൂപ വന്നോണ്ടിരുന്നിടത്ത് 1500 അടയ്ക്കുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ട. ആരെയും തൊഴിലും എഴിലും ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മള്. അന്നന്ന് കൊണ്ടുവരുന്ന വരുമാനങ്ങളിൽ മിച്ചം വെച്ചാ ഇതൊക്കെ അടയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു റെഗുലേറ്ററി കമ്മീഷനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവന്മാരെ 3-4 പേര് ആ ചെലവ് മാറ്റി അതും കൂടെ ജനങ്ങൾക്ക് കൊടുത്താൽ അത്രയും നല്ലതാ. കമ്മീഷനെ വെച്ച് വെറുതെ കാറും ഫോണും പെട്രോളും അവന്മാർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്ന ആ പൈസ ഈ പാവപ്പെട്ട പൊതുജനങ്ങൾക്ക് വീതിച്ച് ഇതിന്റെ ബെനിഫിറ്റ് കൊടുക്കുന്നതായിരിക്കും. അത്തരത്തിലെങ്കിലും 5 പൈസ കിട്ടുന്ന അതാണ് നല്ലത്. ജനങ്ങളെ ഒരു ആശങ്ക അവരറിയുന്നില്ല. ഇല്ലാത്ത ഘടുകാര്യസ്ഥത ഈ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. സാധനങ്ങൾ വാങ്ങുന്നതിനകത്ത് അഴിമതി, ശമ്പള അനധികൃത നിയമനങ്ങള്, ഈ യൗമാരെയൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഈ പാവപ്പെട്ട ഈ ജനങ്ങളെ ഇട്ട് പിടിയുന്നത് എന്തോ ഒരു വിരോധാഭാസം. വല്ലാത്തൊരവസ്ഥയല്ല ഇത്. എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള. ഇനിയിപ്പം ശക്തമായ ചൂട് വരാൻ പോകുന്ന കാലഘട്ടമാണ്. അപ്പൊ നമ്മള് വൈദ്യുതി ഉപയോഗം അത്തരത്തിൽ കൂടുമ്പം പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു തട്ടിപ്പുണ്ട്. ഈ സ്പോട്ടിംഗ് ബില്ല്, 2 മാസത്തെ ബില്ല് ഇവന്മാർ ഓരോ മാസം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനമുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ് അങ്ങോട്ട് എരിച്ച് പിന്നെ 101 ആയി കഴിഞ്ഞാൽ ഇവന്മാരെ ഒടുക്കത്തെ ചാർജാണ് കൊടുക്കേണ്ടത്. അതെ അതെ, ശരിയാണ്. അദ്ദേഹം പങ്കുവയ്ക്കുന്ന ആശങ്കകൾ എന്ന് പറയുന്നത് ഓരോ കുടുംബത്തിലും, ഒരുപക്ഷെ ഇപ്പൊ എല്ലാ കുടുംബത്തും ഈ കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. 1500 രൂപ വരെ കറണ്ട് ബില്ല് വരുന്നതാണ്. അത് തന്നെ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിനിടയിലാണ് ഈ രീതിയിലുള്ള വർധന വരുന്നത് അല്ലേ?